ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ്. നമ്മളെ ബേബി ഇതാ നീച്ച് ഐഷുവിന്റെ സൈക്കിളുമ്മ അല്ലേ? ഇതായിരുന്ന സൈക്കിള് കാറായിരുന്ന ഐഷുവിന്റെ. ഞാനിതാ അവിടെ നല്ല കാലൊക്കെ നീട്ടി കിടക്കണം കേട്ടോ. കാല് സുഖമുണ്ട്, കുറച്ച് വീക്കൊക്കെ കുറവുണ്ട് അല്ലേ ബേബിയെ? ഇന്ന് കിച്ചണിൽ എന്തൊക്കെയോ റെഡി ആയി കൊണ്ട് നിൽക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. നമുക്ക് കഴിക്കണ നേരത്തെ നോക്കാം അല്ലേ? ഇന്നവിടെ ഇങ്ങനെ ബെഡിൽ കിടക്കാണ്, കാല് കേടായി കിടക്കുക. ഇനി പോയി ബ്രഷ് ചെയ്ത് വാ ചെല്ലേ. ബേബി ബ്രഷ് ചെയ്യാൻ പോവാട്ടോ. പോയി ബ്രഷ് ചെയ്ത് വാട്ടോ. ബൈ ബൈ. ബ്രഷ് ചെയ്തിട്ട് കാണാം ബേബി. അങ്ങനെ നമ്മളിവിടെ കാലിൽ നിന്നിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സമമോള് മൈലാഞ്ചി തരാണ് കേട്ടോ. അവൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മൈദയും ശർക്കരയും മൈലാഞ്ചി ഉണ്ട്. അപ്പം ഇന്ന് നമ്മളെ റുബിൻ്റെ സ്പെഷ്യലാണ് എല്ലാതും. ഇന്ന് എന്താണ്, ചട്ടിപ്പത്തിരി ഉണ്ട്, പിന്നെ സമൂസ ഉണ്ട്, പിന്നെ പൂവട ഉണ്ട്. പിന്നെ പൂവട ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതെന്താണ്, മധുരാണോ? മധുരാണ്. ഇത് റൗണ്ടില് പല മോഡലും പല ഷേപ്പിലും ഉണ്ട് കേട്ടോ. എല്ലാ കലാകായിക രംഗങ്ങൾ എല്ലാ കലാവാസനയും ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് പൊരികൾ. ഇപ്പാൻ്റെ വെള്ളവും സംഭവങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കണ് ഇപ്പൊക്കെ. പിന്നെ ആവിയിലുള്ള സ്നാക്സ് ആണ് ഇപ്പാൻ്റെത്. പിന്നെ 3 ടൈപ്പ് വെള്ളമുണ്ട്. ഒരു ജ്യൂസ്, വെള്ളം, തരി അല്ലേ? അത് തരിക്കഞ്ഞിയാണ്. ഇത് തരിക്കഞ്ഞി. ഗ്ലാസ് കൊണ്ടിരി കുട്ടികളെ. ഞാൻ ഇവിടെ ഇങ്ങനെ കാല് നീട്ടിരിക്കാണ് കേട്ടോ. തുറക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാണ്. ഇനി വെള്ളം ജ്യൂസൊക്കെ നമുക്ക് കൊണ്ടുപോവാ. ഇവളാണ് സപ്ലൈ ചെയ്യുന്ന ആള്. അപ്പൊ ഇന്ന് നമ്മൾ ലീവായപ്പോ അടിപൊളി പുഡിങ് ഐറ്റംസ് ഒക്കെ വന്നിക്കണം കേട്ടോ. അതാ കാരാമൽ പുഡിങ് ആണ്. കാരാമൽ നട്ട്സ് മിൽക്ക് പുഡിങ് ആണ്. കാരമൽ. അതില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കാരമൽ മിൽക്ക് പുഡിങ്. ബാങ്ക് വിളിച്ചിട്ടില്ല. നമുക്ക് സുന്നത്ത് വന്നിട്ടില്ല മക്കളെ. സുന്നത്ത് വന്നിട്ടില്ല. സുന്നത്തവിടെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യല്. ഓറഞ്ച് ജ്യൂസ്. ഇത് തട്ടു. ബാങ്ക് വിളിക്കാറായി. അപ്പൊ ബാങ്ക് വിളിച്ചു, തുറക്കട്ടോ. അപ്പൊ 2 ദിവസം കൂടി ലീവ് ആക്കിയാലോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. സ്പെഷ്യലുകളൊക്കെ കണ്ടിട്ട് അടിപൊളിയാണ്. അപ്പൊ ഇതാ 27ാവിന്റെ സ്പെഷ്യലാണെന്ന്. എന്താണ്, മധുരം 27ാവിന്റെ സ്പെഷ്യൽ മധുരാണ് ഇട്ടത്. അത് 27ാവിന്റെ സ്പെഷ്യലാണ് കട്ടപ്പോ. അപ്പൊ സമയം വരാൻ നേരം വയ്യ. അടുത്തതായിട്ട് ആയിക്കോട്ടെ, വെള്ളമോ. അടുത്തതൊരു സ്പെഷ്യൽ ചീരക്കഞ്ഞിയാണ് ഇട്ടത്. ഇവിടെ ഒരു 3 ആളുണ്ട് പരീക്ഷണ വസ്തുക്കളായിട്ട്. ഇത് കൊടുത്ത് എങ്ങനെയുണ്ട് പരീക്ഷിച്ച് നോക്കാൻ. അപ്പൊ നമ്മളെ റോബിന്റെ സ്പെഷ്യൽ ചീരക്കഞ്ഞിയാണ്. ഇപ്പം തുറക്കാൻ വന്നിട്ടില്ല. അപ്പൊ ഉപ്പാക്ക് ഇത് കൊടുക്കാനാണ്. ഉപ്പാക്ക് ഉണ്ടാക്കിയ സ്പെഷ്യൽ കഞ്ഞി. ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മള് ഫുഡ് തമ്മീസും. ഇതാണ് തമ്മീസ്. ഇത് ഫൂലും തമ്മീസും ആണെന്ന്. ഇതാണ് ഫൂല് കേട്ടോ. ഫൂലും തമ്മീസും. ഇത് ഏതാ കളറ്? രണ്ടും ഒന്നാ? ഫൂല് 2 കളറിലുണ്ടാവും. ഇത് രണ്ടും ഒരു കളറാണ്. ഇത് രണ്ടും ഒന്നാ. പിന്നെ അതാ സെമി ചോറും ഉണ്ടെന്ന് നിൽക്കണേ. പോരുന്ന വഴിന്ന് ചോറിട്ടിയതാണ്. ഇത് മന്തി. ഇതാ ചോറിട്ടിരിക്കണേ. പിന്നെ റോബിന്റെ സ്പെഷ്യൽ തരി എന്തൊരു കഞ്ഞിയാണ്? ജീരകക്കഞ്ഞി.
ഇതൊക്കെയാണ് അപ്പം ഇന്നത്തെ ഞങ്ങളെ ഫുഡ്. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് യാസീന് ഓതണം കേട്ടോന്ന് 3 യാസീന്. അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പം എൻ്റെ മഹമോള് ഇവിടെ ചായ കുടിച്ച് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞോള് നല്ല വൃത്തിയായിട്ട് അടിച്ചൊരിക്കണം ഇവിടെ. മാഷാ അല്ലാഹ് ഉഷാറായിക്കണം കേട്ടോ. ഓക്ക് പാകത്തൊരു ചൂലുണ്ട്, അടിച്ചു വാരി ക്ലീനാക്കി. അതില് നമ്മള് ഫുൾ നമീസും കഴിക്കാൻ വേണ്ടി പോവാണ്. സമയതാ ചീരക്കഞ്ഞി കുടിക്കാണ്. ഇത് ശരിക്കും നോമ്പിന് എന്താ ഡെയിലി ഉണ്ടാക്കുന്ന സാധനമാണ് ചില സ്ഥലത്ത്. നമുക്ക് കൊല്ലം കോട്ടയം വൈക്കൊക്കെ ഡെയിലി ഉണ്ടാക്കും. അല്ല, നോമ്പ് കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞിട്ട് തറാവീസ് കഴിക്കൂലേ, ആ സമയത്തൊക്കെ കഴിക്കണ സാധനമാണ്. അപ്പോൾ അത് പൊളിയാണ്. ഇതാ ഇപ്പം വന്നപ്പോൾ ചോറ് കൊണ്ട് നിൽക്കണം കേട്ടോ. എത്ര 4 അപ്പം അപ്പം 4 പൊതി ചോറാണ് നിൽക്കണം. ഇത് ഏതാ ചോറ്? മാഷാ അല്ലാഹ്, ചിക്കൻ്റെ വലിപ്പം നോക്കാം. ഇത് ചിക്കനാ വലുത്. ചോറ് എല്ലാത്തിനും ചിക്കൻ ചെറിയ പീസ് ഉണ്ടാകും. അൽഫാമിന്റെ പകുതി തന്നെ ഉണ്ട്. പിന്നെ അതാ റസ്ക് കൊണ്ട് നിൽക്കണം. മദീനത്തുനിന്ന് കൊണ്ടുവന്ന റസ്കാണ്. ഇത് മദീനത്തുനിന്ന് കൊണ്ടുവന്ന റസ്കാണ് സ്പെഷ്യൽ. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിക്കണേ. അങ്ങനെ നമ്മളെ സിസ്റ്റർ വന്നിക്കണം കേട്ടോ. നൈസമ്മ വന്നിക്കണേ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ആ പാക്കറ്റ്. അത് കാണിച്ചെടുത്ത് ഈ സ്റ്റിക്കർ അത് മാറ്റി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിക്കണത്. ഒന്ന് മതിയടേ, മാറ്റി ഒട്ടിക്കാൻ വന്നതാണ്. അതെടുത്ത ഇതാണ് ആ സ്റ്റിക്കർ. അപ്പോൾ അത് ഡോക്ടർ കൊടുത്തതാണ്. ഇല്ല, ഡോക്ടർ കൊടുത്തതാണ് കേട്ടോ, റെക്സോണി. അപ്പം അത് അയച്ചിട്ട് അത് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. മാറ്റി വെക്ക. അമ്മ മരുന്നുള്ളതാണ്. ചെറുതായിട്ടൊരു വീക്കൊക്കെ ഉണ്ട്. ഇനി വേറെ ഒക്കെ മരുന്നിന്റെ സ്മെല്ലല്ലേ അതിന്റെ അവിടെ വീങ്ങിക്കണ വീക്കുണ്ടോ? പക്ഷെ വേദന ഒന്നും വലിയ വേദന ഒന്നുമില്ല. എന്നാ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിച്ചാലോ? അപ്പൊ അതാ പുതിയത് ഒട്ടിക്കാണ്. നമ്മളെ സമമോള് സിസ്റ്റർ ഒട്ടിക്കാൻ പോവുകയാണ്. നൈസാണത്. വീട്ടിലെ ഡോക്ടറാണത്. ഓക്കെ, കുറച്ച് താന്നോയോ? നോട്ടെ. ഓക്കെ, സെറ്റ്. അപ്പൊ ബേബി ഒട്ടിക്കണുണ്ട് കേട്ടോ. എല്ലാരും കൂടി ഒട്ടിച്ചിന്റെ കാല് സെറ്റാക്കും. നാളത്തോടു കൂടി സെറ്റാവും അല്ലേ പക്ഷെ? ഓക്കെ, സെറ്റായോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ എൻ്റെ കാലിന് ഇന്നലെ ഇട്ട വീഡിയോയിൽ കണ്ടിട്ട് എല്ലാവരും ചോദിക്കണുണ്ട് എന്താ പറ്റിയത്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്കായിട്ടാണ് ഞാൻ പറയണത്. അത് കാലിന് ഞാനൊന്ന് വീണല്ല, ഒന്ന് സ്ലിപ്പായതാണ്. ഫിയമോളെ പുറകിൽ പോയിട്ടൊന്ന് സ്ലിപ്പായതാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് കാണാതെ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഞരമ്പൊന്ന് പിടച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ വീക്കുണ്ട്. ചെറുതായിട്ട് നടക്കണേനൊരു ഇതുകൊണ്ട്, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല, പൊട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതാണ് ഇപ്പം സംഭവിച്ചത്. 2 ദിവസം റെസ്റ്റ് എടുത്താൽ ശരിയാവും. അപ്പം ഇന്ന് ഞങ്ങൾ പാർക്കൊക്കെ ഒന്നും പോയിട്ടില്ല. ഞങ്ങളിവിടെ റൂമിലിരിക്കുകയാണ് അല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബൈ.